Hi friends, today we are going to start a adventurous journey അല്ലെ. ഇനി നമുക്ക് ഒരു യാത്ര പോകാം, അതും വളരെ സാഹസികമായിട്ടുള്ള യാത്രകൾ അല്ലെ. നമ്മൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത്, ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. കുറച്ചൊക്കെ ഒരു അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെ. നമ്മുടെ സാധാരണ യാത്രകളേക്കാൾ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ് ഈ വൈൽഡ് ഏരിയയിലൂടെ, ഫോറസ്റ്റ് പോലെയുള്ള ഏരിയ, മഴവെള്ളച്ചാട്ടങ്ങളുള്ള ഏരിയ, അങ്ങനെയുള്ള കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള യാത്രകൾ എപ്പോഴും നമ്മൾ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും അല്ലെ. അത് തന്നെയാണ് മനുഷ്യർ. അവർക്ക് എന്താണ്, എന്നും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അത് നേടിയെടുക്കാനും അത് സ്വന്തം കൈപ്പിടിയിലാക്കാനുമുള്ള മനുഷ്യരുടെ ഒരു ആഗ്രഹവും ഒരു ആർത്തിയും ഒക്കെ പറയാം അല്ലെ. മനുഷ്യർ എപ്പോഴും അങ്ങനെയാണ് അല്ലെ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് നേരെ ഓടിപ്പോയി അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് അത് അല്ലെ. സോ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് യൂണിറ്റ് 3 വരുന്നത്. നോക്കാം. ആസ്പയർ ആൻഡ് എക്സ്പ്ലോർ അല്ലെ. എന്താണ് മക്കളെ? ആഗ്രഹിക്കുക, നേടിയെടുക്കുക, കണ്ടെത്തുക, അതുപോലെ അതിനെ നമ്മളിങ്ങനെ കൈപ്പിടിയിൽ പിടിക്കുക അല്ലെ. ഇതാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് അല്ലെ. നോക്കാം, ഇവിടെ ഒരു ഹൈക്യൂ ഉണ്ട്. നോക്കാം. റോമിംഗ് പാത്സ് അൺനോൺ. എന്താണ്? അറിയപ്പെടാത്ത വഴികളിലൂടെ സഞ്ചരിക്കുക, അറിയപ്പെടാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുക. അഡ്വഞ്ചറസ് കോൾസ് വി ആൻസേഴ്സ് അല്ലെ. ഡേഞ്ചർ ആയിട്ടുള്ള, അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികതയ്ക്ക് നിങ്ങൾ എന്ത് കൊടുക്കുക? മറുപടി കൊടുക്കുക അല്ലെ. അഡ്വഞ്ചറസ് നിങ്ങളെ വിളിക്കുന്നുണ്ട് അല്ലെ. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കുക. വേർഡ്സ് വണ്ടേഴ്സ് ബിയോണ്ട് അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ലോകാത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് സൃഷ്ടിക്കും? അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ക്ലിയർ? അത്രേ ഉള്ളൂ അല്ലെ. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുക, നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക അല്ലെ. അച്ചീവ് ചെയ്തുകൊണ്ട് മഹാത്ഭുതങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക. നോക്കാം, നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ നോക്കാം. സീ ഫീവർ എന്ന് പറയുന്ന ഒരു പോം വരുന്നുണ്ട്, ജോൺ മൈസ്ഫീൽഡിന്റെ. സാഗ് ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് ആൻഡ് കൊളിൻ കാറ്റ്സർ, വെയിറ്റിംഗ് ഫോർ റെയിൻ, അനിത നായർ അല്ലെ. ഇത്രയാണ് നമുക്ക് വരുന്നത്. വളരെ സിമ്പിൾ അല്ലെ. 2 പ്രോസും ഒരു പോമും മാത്രമേ വരുന്നുള്ളൂ അല്ലെ. നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചെറിയൊരു സീ ഫീവർ എന്ന് പറയുന്ന പോമിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ ആയിട്ട്, ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത് ചെറിയൊരു കോൺവെർസേഷൻ ആണ് കേട്ടോ. ഇത് ആരൊക്കെ തമ്മിലാണ്? ടെൻസിങ്ങും എഡ്മണ്ട്. ഇവർ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ അല്ലെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം, അവരത് കീഴടക്കാൻ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സംഭാഷണമായിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. നോക്കാം. ടെൻസിൻ എന്താണ് പറയുന്നത്? ദിസ് ഈസ് ചീപ്പർ ദാൻ ഐ തോട്ട്. ഞാൻ ചിന്തിച്ചതിന് കൂടുതൽ ചെരിഞ്ഞ കുത്തനെയുള്ള ഒരു കയറ്റമാണിത് അല്ലെ. അതാണ് പറയുന്നത്. എഡ്മണ്ട് പറയാണ്, കീപ് മൂവിങ്, ദി സ്ലോപ്പ് ഈസ് ടഫ് ബട്ട് സോ ആർ വി അല്ലെ. കീപ് മൂവിങ്, മുന്നോട്ട് പോവുക, കുഴപ്പമില്ല, നമ്മൾ മുന്നോട്ട് പോവാം, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ദി സ്ലോപ്പ് ഈസ് ടഫ്. എന്താണ് ആ സ്ലോപ്പില്? ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കത്തിനാണ് നമ്മൾ സ്ലോപ്പ്, അതേപോലെ കുത്തനെയുള്ള കയറ്റത്തിനും കേട്ടോ. ആ സ്ലോപ്പ് എന്താണ്? വളരെ ടഫാണ് അല്ലെ, കുറച്ച് കഠിനമായതാണ്. ബട്ട് സോ ആർ വി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അത് നേടിയെടുക്കും, നമ്മൾ അതിനെ കയറിപ്പോവും. ടെൻസിങ്, ഓഫ് കോഴ്സ്, തീർച്ചയായും. വി വിൽ ഓവർകം ദിസ്, നമ്മൾ ഇതിനെ ഓവർകം ചെയ്യുക ചെയ്യും. വി വിൽ പുഷ് ത്രൂ, നമ്മൾ അതിനെ പുഷ് ചെയ്ത് കയറി പോവുക തന്നെ ചെയ്യും. എഡ്മണ്ട്, ഇറ്റ്സ് എ ഫൈനൽ സ്ക്രച്ച്. ഇത് ലാസ്റ്റ് നിമിഷത്തിലെ കയറ്റമാണ് അല്ലെ. നമ്മൾ ലാസ്റ്റ് നിമിഷത്തിലാണ്. വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ്, നമ്മളത് നേടിയെടുക്കാൻ പോവുകയാണ് അല്ലെ. ടെൻസിങ്, യെറ്റ് സമ്മിറ്റ് ഇൻ സൈറ്റ് അല്ലെ. യെറ്റ് സമ്മിറ്റ് ഇൻ സൈറ്റ്, അതിന്റെ അങ്ങേ അറ്റം അല്ലെ. എവറസ്റ്റ് കൊടുമുടിയുടെ ആ സമ്മിറ്റ് ആയിട്ടുള്ള അങ്ങേ അറ്റം അല്ലെ, ആ കൊടുമുടിയുടെ അങ്ങേ തലം സമ്മിറ്റ് ആയിട്ട് കൂർപ്പുള്ള ആ ഒരു ഭാഗമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്കത് കാണുന്നുണ്ട് അല്ലെ. Edmund, hold on Tenzing, we are about to achieve the impossible. Yes, മുറുകെ പിടിക്കൂ ടെൻസിങ്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അച്ചീവ് ചെയ്യാണ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള, ഒരിക്കലും അസാധ്യമായിട്ടുള്ള ഒന്നിനെ നമ്മൾ നേടിയെടുക്കാൻ പോവുകയാണ്. ടെൻസിങ്, we did it, നമ്മൾ അത് ചെയ്തു കഴിഞ്ഞു. And we are on the top of the Mount Everest. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? മൗണ്ട് എവറസ്റ്റിന്റെ ടോപ്പിലാണ് നിൽക്കുന്നത് അല്ലെ. We made history Tenzing. എഡ്മണ്ട് എന്താ പറയുന്നത്? നമ്മൾ ചരിത്രം മാറ്റിക്കുറിച്ചിരിക്കുന്നു, ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എഡ്മണ്ട് എന്നാണ് പറഞ്ഞത്. ക്ലിയർ?
Did you read the conversation of the determined two as they made their way to the summit? അല്ലെ, നമ്മൾ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള രണ്ടാളുകളുടെ ഒരു കോൺവെർസേഷൻസ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. വാട്ട്സ് ദ റോൾ ഓഫ് ദ ടീം വർക്ക് ആൻഡ് ദ കോപ്പറേഷൻ ഈസ് ദ remarkable human achievements as demonstrated by Sir Edmund Hillary and Tenzing Norgay. അല്ലെ, ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹില്ലറി അല്ലെ അറിയുന്നുണ്ടാവും. ഇവരാണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. ദെൻ അവരുടെ ആ ഒരു ടീം വർക്കും അതുപോലെ പരസ്പരമുള്ള സഹകരണവും അവരുടെ മനുഷ്യരുടെ ആ ലൈഫിനെ, അവരുടെ അച്ചീവ്മെന്റ്സ്, നേട്ടത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ദ സക്സസ്ഫുൾ അസെന്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് ബൈ സർ എഡ്മണ്ട് ഹില്ലറി ആൻഡ് ടെൻസിംഗ് നോർഗെ മാർക്ക്ഡ് എ ഹിസ്റ്റോറിക് മൊമെന്റ് ഇൻ ദ മൗണ്ടനിയറിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ. അല്ലെ, ഈ മല കയറിക്കാണ്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സില് അല്ലെ, ആ ഒരു എക്സ്പ്ലോറേഷനില് എത്രത്തോളം ഇവർ രണ്ടുപേരും എന്താ ചെയ്തിട്ടുള്ളത്, ചരിത്രം സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദ ടു ഗ്രേറ്റ് പയനേഴ്സ് ആർ എൻജോറിംഗ് സിമ്പിൾ ഓഫ് ഹ്യൂമൻ അച്ചീവ്മെന്റ്സ് ഇൻ ദ ഫേസ് ഓഫ് ദ എക്സ്ട്രീം ചലഞ്ച്. അല്ലെ, എക്സ്ട്രീം ചലഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് ലൈഫ് അച്ചീവ് ചെയ്ത് കാണിക്കാനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവർ രണ്ടുപേരും. ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഫ്യൂ അവേഴ്സ് ഓഫ് ദ അസെൻസ് ഓൺ 29 May 1953, the remarkable teamwork and the mutual support helped Hillary and Tenzing achieve what was seemed impossible. ഈ ഒരു ദിവസത്തിലാണ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഇവർ രണ്ടുപേരും ഇവരുടെ ടീം വർക്കിലൂടെയും ഹാർഡ് വർക്കിലൂടെയും പരസ്പരമുള്ള കോപ്പറേഷനിലൂടെയും എല്ലാം കൊണ്ടും ആ ഒരു ഇതിലൂടെ അവർ നേടിയെടുത്തിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. അല്ലെ, ഇനി നമുക്ക് പോമിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാനുണ്ട്. എക്സ്പ്ലോറിങ് നാച്ചർ. അല്ലെ, പ്രകൃതി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക. ചില ആളുകളുണ്ട് അങ്ങനെ അല്ലെ, പ്രകൃതിയെ അങ്ങോട്ട് ആസ്വദിച്ച് പ്രകൃതിയിലോട്ട് അങ്ങ് ഇറങ്ങിച്ചെന്ന് അതിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിൽ അങ്ങേ അറ്റം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, അത് ആസ്വദിക്കുക, അതങ്ങ് പ്രകൃതി അങ്ങ് ശരിക്കും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. വെദർ ബൈ ട്രെക്കിംഗ് ഇൻ ഫോറസ്റ്റ്. എങ്ങനെ കാട്ടിലൂടെ ട്രെക്കിംഗ് പോവാ, ഫോറസ്റ്റിലൂടെ ട്രെക്കിംഗ് പോകുന്ന ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ട്രെക്കിംഗ് പോകുന്ന ഒരുപാട് പേരുണ്ട്. ക്യാമ്പിംഗ് ഇൻ ദ വൈൽഡ്. അല്ലെ, കാട്ടില് ക്യാമ്പില് കുട്ടികളൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് ഫോറസ്റ്റിലൊക്കെ ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ. അതുപോലെ സ്കെയിലിംഗ് മൗണ്ടെയിൻസ് ഓർ സെയിലിംഗ് ദ ഓഷ്യൻ. അല്ലെ, മൗണ്ടെയിൻ കയറുക, അതുപോലെ കടൽ യാത്ര ചെയ്യുക. ക്യാൻ ബി ദ ത്രില്ലിംഗ് അഡ്വഞ്ചേഴ്സ്. അല്ലെ, ഇതൊക്കെ എന്താണ്, ഒരു അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള. Embracing the unknown and the staying open to a new possibility make the journey of life exciting and meaningful. അല്ലെ, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പുതിയ പുതിയ വഴികളും പരിചയമില്ലാത്ത വഴികളും നമുക്ക് അറിയാത്ത കാര്യങ്ങളും കണ്ടെത്തുക, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അറിയുക, അത് എല്ലാ കാര്യത്തിലായാലും പുതിയ പുതിയ കാര്യങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ ലൈഫിൽ വളരെ സക്സസ്ഫുള്ളും വളരെ മീനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഡു യു അഗ്രി? ഡിസ്കസ്. ഹിയർ ഇസ് എ പോയം വിച്ച് depicts the sight and the sound of the nature. അല്ലെ, നമുക്ക് ഇവിടെ ഒരു പോയം ഉണ്ട്, പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതി എന്ന് പറയുന്ന അത്രത്തോളം അതിന്റെ സൗണ്ടും അതിന്റെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു പോമാണ്. സീ ഫീവർ. അല്ലെ, എന്താ സീ, കടലിന് പനിയോ? അല്ലെ, ഫീവർ മീൻസ് പനിയാണ് അല്ലെ. അതെന്താണ് അങ്ങനെ ഒരു പനി എന്നുള്ളത് നമ്മുടെ ജോൺ മാസ്ഫീൽഡ് എന്താന്ന് വെച്ചാൽ പറയില്ലേ, നോക്കാം ജോൺ മാസ്ഫീൽഡ് എന്താ അവിടെ പറയുന്നത്. അബൌട്ട് ദ ഓതർ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഓതറിനെ കുറിച്ച് അറിയാം. ജോൺ എഡ്വാർഡ് മാസ്ഫീൽഡ്, ഇംഗ്ലീഷ് പോയറ്റ് ആൻഡ് റൈറ്റർ, വാസ് ദ പോയറ്റ് ലോറേറ്റ് ഇൻ ബ്രിട്ടൻ ഫ്രം 1930 to 1960. അല്ലെ, 1930 മുതൽ 1960 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു വൺ ഓഫ് ദ മെയിൻ റൈറ്റർ, പോയറ്റ് തന്നെ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, among his best known works are the children's novel The Midnight Folk and The Box of Delight. ഓക്കെ, അദ്ദേഹത്തിന്റെ കുട്ടികൾക്കുള്ള മെയിൻ ആയിട്ടുള്ള നോവലായിരുന്നു ദ മിഡ്നൈറ്റ് ഫോക്കും ദ ബോക്സ് ഓഫ് ഡിലൈറ്റ് എന്ന് പറയുന്നത്. And the poems The Everlasting Mercy and The Sea Fever. He also wrote novels, adventures like Sad Harker, Otta, അല്ലെ, ODTAA. അതിന് ഫുൾ ഫോം, അത് ഷോർട്ടാണ്, അതിന് ഫുൾ ഫോം ഉണ്ട് കേട്ടോ. അതുപോലെ ബാസ്ലിസ. അല്ലെ, മാസ്ഫീൽഡ് വാസ് അവാർഡഡ് ദ ഓർഡർ ഓഫ് ദ മെറിറ്റ് ഇൻ 1935. അല്ലെ, അദ്ദേഹത്തിന്റെ 2-3 വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അഥവാ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള 2-3 പോയിന്റ്സ്, അത് ഫേമസ് ആയിട്ടുള്ള നോവൽസോ ഫേമസ് ആയിട്ട് 2-3 റൈറ്റിംഗ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്റ്റോറീസോ, ഇതൊക്കെ ജസ്റ്റ് 2-3 പേരൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നോക്കാം, നമുക്ക് പോമിലോട്ട് കിടക്കാം അല്ലെ.
വളരെ സിമ്പിൾ ആയിട്ടുള്ള പോമാട്ടോ, ഒരുപാടൊന്നുമില്ല, ഒരു 12 വരികൾ മാത്രം. ഓക്കെ. I must go down to the sea again, to the lonely sea and the sky. അല്ലേ? I must go down to the sea again, to the lonely sea and the sky. And all I ask is a tall ship and a star to steer hereby. And the wheels kick and the wind song and the white sail shaking and a grey mist on the sea's face and the great dawn breaking. നോക്കാം. നമ്മുടെ ഈ റൈറ്റർ എന്താണ്, ഒരുപാട് സാഹസികത ഇഷ്ടപ്പെടുന്ന വ്യക്തി, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു റൈറ്റർ എന്ന് പറയുന്നത്. ആ ഒരു മീനിങ്ങിലോട്ട് നമുക്ക് കിടക്കുമ്പോൾ ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, എനിക്ക് വീണ്ടും ആ കടലിലോട്ട് തിരിച്ചു പോവണം. എങ്ങനെയുള്ള കടലിലോട്ട്? ടു ദ ലോങ്ലി സീ ആൻഡ് ദ സ്കൈ. അല്ലെ? ആകാശത്താൽ ചുറ്റപ്പെട്ടിട്ടില്ല, ആകാശം മാത്രം കാണുന്ന ഒറ്റപ്പെട്ടിട്ടുള്ള ആ ഒരു കടലിലോട്ട് എനിക്ക് തിരിച്ചു പോകണം. അല്ലെ? അവിടെ തന്നെ ആ കടലിന്റെ ഭീകരത നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അല്ലെ? എന്താണ്? ചുറ്റുമൊന്നുമില്ല, അല്ലെ? നടുകടലാണ് ആ പറയുന്നത്. എന്താണ്? മുകളിൽ ആകാശം മാത്രം, ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു കടലിലോട്ടാണ് എനിക്ക് എന്ത് വേണ്ടത്? എനിക്ക് തിരിച്ചു പോവേണ്ടത്. ആൻഡ് ഓൾ ഐ ആസ്ക് ഇൻ എ ടോൾ ഷിപ്പ്, ഞാൻ ആവശ്യപ്പെടുന്നത് എന്തെന്നാൽ ഇതിനെല്ലാം ഞാൻ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്. എന്താണ്? എ ടോൾ ഷിപ്പ്, ഒരു നീളമുള്ള ഒരു വലിയ ഷിപ്പ് വേണം. ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹിയർ ബൈ. അല്ലെ? സ്റ്റിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈഡ് ചെയ്യാൻ. അല്ലെ? ആ ഷിപ്പ് പോകുന്നത് ഗൈഡ് ചെയ്യാൻ എനിക്ക് എന്ത് വേണം? ഒരു സ്റ്റാർ വേണം. അല്ലെ? പണ്ടുള്ള ആളുകളൊക്കെ അങ്ങനെയായിരുന്നു, അല്ലെ? അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരുന്നു ആളുകൾ യാത്ര ചെയ്യാറുണ്ടായിരുന്നത്. അല്ലെ? സ്റ്റാറുകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു അവരവരുടെ വഴികൾക്ക് തെക്കും കിഴക്കും വടക്കൊക്കെ അറിഞ്ഞിരുന്നത്. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? ഒരു വലിയ ഒരു ഷിപ്പാണ് വേണ്ടത്. കൂടെ സ്റ്റാർസ് ടു സ്റ്റിയർ ഹിയർ ബൈ. അല്ലെ? എന്ത് വേണം? ഗൈഡ് ചെയ്യാനൊരു സ്റ്റാറും വേണം. നോക്കാം. ആൻഡ് ദ വീൽസ് കിക്ക്. അല്ലെ? വീൽസ് ഇങ്ങനെ അതിന്റെ ചക്രങ്ങൾ ഇങ്ങനെ കിക്ക് ചെയ്യുന്ന ശബ്ദം, വീല് ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് പറയുന്നത് കേട്ടോ. ദ വീൽസ് കിക്ക് ചെയ്യുന്ന ആ ശബ്ദം. ആൻഡ് ദ വിൻഡ് സോങ്, അതുപോലെ അദ്ദേഹത്തിന് എന്തുകൂടെ ആഗ്രഹമുണ്ട്? ആ കാറ്റുകളുടെ ശബ്ദം. കാറ്റിന്റെ പാട്ട് എന്നൊക്കെ പറയുമ്പോ എന്താണ്? ആ കാറ്റ് ആഞ്ഞടിക്കുന്ന വീശുന്ന കാറ്റാണ്. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അദ്ദേഹം പറയുന്ന ക്ലൈമറ്റ് ആണ്. ദ വൈറ്റ് സെയിൽ ഷേക്ക്. ഇല്ലേ? അത്രയും സ്ട്രോങ്ങിൽ കാറ്റടിക്കുന്നോണ്ടാണ് അതിന്റെ വൈറ്റ് സെയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കപ്പലുമേലൊക്കെ ഒരു വൈറ്റ് തുണി ഇങ്ങനെ ഉണ്ടാവും, നീളത്തിലുള്ള വൈറ്റ് തുണി. അതിങ്ങനെ കാറ്റിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യണം. അത് വെറും അല്ല, നല്ല സ്ട്രോങ് കാറ്റടിച്ചാൽ തന്നെയുള്ള അത് അത്രത്തോളം ഷെയ്ക്ക് ചെയ്യാം. അല്ലെ? അപ്പൊ അദ്ദേഹം എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ യാത്രയിൽ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ഇങ്ങനെ ഈ പറയുന്ന പോലെ ഒരു ടോൾ ഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, അതിനൊരു സ്റ്റാർ ഗൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ആ സമയത്ത് ആഗ്രഹിക്കുന്ന ക്ലൈമറ്റ് എങ്ങനെയുള്ള ക്ലൈമറ്റ് ആവണം കടലില്? ദ വീൽസ് കിക്ക്, അദ്ദേഹത്തിന്റെ ആ വീൽസിന്റെ കിക്കിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കണം. അതിങ്ങനെ അടിച്ചിട്ട് കേൾക്കുന്ന ശബ്ദമാണത്. ഓക്കെ. ആൻഡ് ദ വിൻഡ് സോങ്. അല്ലെ? ആ കാറ്റിന്റെ ആ പാട്ടും. അതുപോലെ ദ വൈറ്റ് സെയിൽ ഷേക്കിംഗ്. അല്ലെ? അദ്ദേഹത്തിന്റെ ആ ഒരു ഷിപ്പുമുണ്ടാവുന്ന ആ ഒരു വൈറ്റ് തുണിക്കാണ് ഈ വൈറ്റ് സെയിൽ എന്ന് പറയുന്നത്. അതിങ്ങനെ ആഞ്ഞടിക്കണം. അല്ലെ? ആൻഡ് ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്. എന്താണ്? ഗ്രേ കളറിലുള്ള ആ മൂടൽ മഞ്ഞ് എവിടെ? കടലിന്റെ മുഖത്തിലില്ല. ഐ മീൻ കടല് ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ട് കിടക്കണം. ആൻഡ് ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് എന്ത് കാണണം? രാവിലെ പൊട്ടി വരുന്ന പ്രഭാതത്തിലെ ആ വെളിച്ചം ഉണ്ടല്ലോ, ആ ഒരു മങ്ങിയ ലൈറ്റ് കളറിലുള്ള ആ വെളിച്ചം, ഗ്രേ ഡോൺ. അല്ലെ? ആ ബ്രേക്കിംഗ് വെളിച്ചം, ആ ഒരു സൂര്യാസ്തമയ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു വെളിച്ചം അദ്ദേഹത്തിന് കാണണം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ ഭയാനകരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഏത് ടൈപ്പ് യാത്രയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നമുക്ക് ഇതിന് മനസ്സിലാക്കുന്നത്. അല്ലെ? മഞ്ഞൊക്കെ ആകെ മൂടിക്കഴിഞ്ഞാൽ യാത്ര തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, ടെറിബിൾ ആയിരിക്കും. അല്ലെ? അങ്ങനെയുള്ള യാത്രയാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്രത്തോളം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ റൈറ്റർ എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഓക്കെ. I must go down to the sea again. അല്ലെ? ഇത് വീണ്ടും ആ ലൈൻസിന് ഫസ്റ്റ് ലൈൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. റിഫ്രെയിൻ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആട്ടോ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പിന്നീട് പറയും. സോ ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. എനിക്ക് എന്ത് ചെയ്യണം? ആ കടലിലോട്ട് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. ഫോർ ദ കോൾ ഓഫ് ദ
റണ്ണിങ് ടൈഡ്. എന്നെ ആരാണ് വിളിക്കുന്നത്? റണ്ണിങ് ടൈഡ് ആണ്, ഓടുന്ന തിരമാല അല്ലെ. എങ്ങനെ ഓടുന്ന തിരമാല പറഞ്ഞാല് നമ്മളിങ്ങനെ ആടി ഉലയുന്ന ഡാൻസ് കളിക്കുന്നൊക്കെ ഓക്കെ. റണ്ണിങ് ആണ്, അത്ര ഹെവി സ്പീഡിൽ ഓടണമെന്നുണ്ടെങ്കിൽ ആഞ്ഞ അടിക്കുന്ന തിരമാല എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട് അല്ലെ. ഇസ് എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. അത് വെറും ഒരു വിളിയല്ല, ഭീകരമായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വിളിയാണ്. സോ മേ നോട്ട് ബി ഡിനൈഡ്. അതുകൊണ്ട് എനിക്ക് അതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഇവിടെയും അദ്ദേഹം ആവശ്യപ്പെടുന്ന ക്ലൈമറ്റിന്റെ ഇത് നമ്മുടെ വിഷ്വൽ നമുക്ക് കിട്ടും. ആടി ഉലയുന്ന തിരമാലകളാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അവരുടെ ആ വിളി അത്രയും ഭയാനകരമായിട്ടുള്ള ആ ക്ലൈമറ്റ് അല്ലെ, അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആ വിളി അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ഐ ആസ്ക് ഇൻ എ വിൻഡി ഡേ. ഞാൻ ആവശ്യപ്പെടുന്ന എന്തെന്നാൽ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാറ്റുള്ള ഒരു ദിവസമാണ്. വിത്ത് എ വൈറ്റ് ക്ലൗഡ് ഫ്ലൈ അല്ലേ. ആ കാറ്റിന്റെ സ്ട്രോങ് കൊണ്ട് ആകാശത്തുള്ള വൈറ്റ് മേഘങ്ങള് പറക്കുകയാണ്. അപ്പൊ എന്തൊരു ശക്തിയിലായിരിക്കും ആ വിൻഡ് അടിക്കുന്ന കാറ്റ്. എത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൽ ഊഹിച്ചാൽ മനസ്സിലാവും അല്ലെ. നിസ്സാര ഷിപ്പ് യാത്രയല്ല അദ്ദേഹത്തിന് വേണ്ടത്. അപ്പോ ആ കാറ്റിന്റെ ശക്തി കൊണ്ട് ആ വിൻഡി ഡേയിൽ അദ്ദേഹത്തിന് എന്ത് വേണം? വൈറ്റ് ക്ലൗഡ് ഫ്ലൈയിങ് കാണും അല്ലെ. എങ്ങനെയാണ്? വെള്ള മേഘങ്ങൾ ഇങ്ങനെ പറക്കണം ആ കാറ്റിന്റെ ശക്തി കൊണ്ട് അല്ലെ. ആൻഡ് ദ ഫ്ലൈങ് സ്പ്രേ ആൻഡ് ദ ബ്ലൗൺ സ്പോൺ ആൻഡ് ദ സീസ് ഗേൾസ് ക്രൈങ് അല്ലെ. ദ ഫ്ലൈങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺ സ്പൂൺ ആൻഡ് ദ സീസ് ഗേൾസ് ക്രൈ അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്ത് വേണം? അദ്ദേഹത്തിന് ഫ്ലങ് ചെയ്യണം. ഫ്ലങ് പറഞ്ഞാൽ ഇങ്ങനെ ചിതറി വരിക അല്ലെ, മുഖത്തോടൊക്കെ നമ്മൾ ഇവിടെയൊക്കെ സ്പ്രേ കടിക്കുന്ന പോലെ. അപ്പൊ ഇങ്ങനെ സ്പ്രേ പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിലോട്ട് ഇങ്ങനെ ചിതറി തെറിക്കണം. എന്ത്? ബ്ലോൺ ദ സ്പൂണിൽ എന്താണ് അത്? ആ ടൈഡ് ഉണ്ടാക്കുന്ന നുരയും പതയും അല്ലെ, ആ കാറ്റും ആ സ്ട്രോങ് ആയിട്ടുള്ള കാലാവസ്ഥയും റണ്ണിങ് ടൈഡൊക്കെ മേക്ക് ചെയ്യുന്ന നുരയും പതയും സ്പ്രേ പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിലോട്ട് ഇങ്ങനെ ചിതറി വരണം. ആൻഡ് ദ സീസ് ഗേൾസ് ക്രൈങ്. അതുപോലെ തന്നെ കടൽ കാക്കകൾ അലറി വിരിച്ച് കരയുന്നത് അദ്ദേഹത്തിന് കേൾക്കണം. എന്തൊരു മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന യാത്ര എത്ര ഭയാനകരമായിട്ടുള്ള യാത്ര അല്ലെ. ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അല്ലെ. ചില ആളുകൾ ഇങ്ങനെയാണ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണികളും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇഷ്ടപ്പെടും അല്ലെ. അപ്പൊ വളരെ ഭയാനകരമായിട്ടുള്ള ഒരു കാലാവസ്ഥ അല്ലെ, ഭയാനകരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് സാഹചര്യമാണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? വളരെ ഭയാനകരമായിട്ടുള്ള തിരമാലകൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അതുപോലെ വിൻഡ്, നല്ല സ്ട്രോങ് വിൻഡാണ്, അതിൽ മേഘങ്ങളൊക്കെ ഇങ്ങനെ പാറിപ്പോകുന്നുണ്ട്. അതുപോലെ ഇത് മേക്ക് ചെയ്യുന്ന നുരയും പതയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സ്പ്രേ പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിലോട്ട് പതിക്കണം. ആൻഡ് ദ ഗേൾസ് ക്രൈ. അതുപോലെ കടൽ കാക്കകളുടെ കരച്ചിലും അദ്ദേഹം ആ സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജേണി അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. I must go down to the seas again. എനിക്ക് ആ കടലിലോട്ട് തിരിച്ചു പോവണം വീണ്ടും. എന്ത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്? ടു ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്. ഏത് ലൈഫാണ്? എങ്ങനെയുള്ള ലൈഫാണ് അദ്ദേഹം കടലിൽ ആഗ്രഹിക്കുന്നത്? വാഗ്രന്റ് ആയിട്ടുള്ള മീൻസ് എന്താണ്? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന. ജിപ്സി ലൈഫ് മീൻസ് നാടോടികളുടെ ജീവിതം. വാണ്ടറിങ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നാടോടികളുടെ ജീവിതമാണ് അദ്ദേഹം കടലിൽ ആഗ്രഹിക്കുന്നത്. കടൽ അങ്ങനെയല്ലേ? അവിടെ ഡിസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഇല്ല. ഒന്നുമില്ല. വിശാലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാണ്ടറിങ് ചെയ്ത് തോന്നിയ ഭാഗത്തോട്ട് തോന്നിയ സൈഡിലോട്ടും പോകുന്ന ഒരു വാണ്ടറിങ് ലൈഫാണ് അദ്ദേഹം കടലിൽ ആഗ്രഹിക്കുന്നത്. ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ വളരെ ലാവിഷായിട്ടുള്ള ഒരു നാടോടി ലൈഫാണ് അദ്ദേഹം കടലിൽ ആഗ്രഹിക്കുന്നത്. And also to the girls' way and the whales' way where the winds like a wetter leaf. അദ്ദേഹം എങ്ങനെയുള്ള വഴിയിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? The girls' way, കടൽ കാക്കകളുടെ വഴി. The whales' way, തിമിംഗലങ്ങൾ പോയിട്ടുള്ള വഴി. Where the winds like wetter leaf. അവിടേക്ക് എങ്ങനെയുള്ള തിമിംഗലവും കടൽ കാക്കകളൊക്കെ പോയിട്ടുള്ള വഴികളാണ്? വിൻഡ് ലൈക്ക് എ വെറ്റർ നൈഫ്. വെറ്റർ ആണ് മൂർച്ച കൂട്ടിയ കത്തി പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കാറ്റടിക്കുന്ന ആ ഒരു തിരമാലകളും കടൽക്കാക്കളും പോയിട്ടുള്ള ആ ഒരു വഴിയിലൂടെയാണ് അദ്ദേഹത്തിന് പോകേണ്ടത് കേട്ടോ. ആ കാറ്റിന്റെയൊക്കെ മൂർച്ച പറയുന്നത് കണ്ടോ, വെറ്റഡ് നൈഫായിട്ടാ പറയുന്നത്. മൂർച്ചയേറിയ ഒരു കത്തിയുടെ അത്രയും സ്ട്രോങ് കാറ്റുണ്ട്. ഒരു കാറ്റൊക്കെ വന്നാൽ മൊത്തം ആടിയിലേന്ന് അത്രയും സ്ട്രോങ് ഉള്ള ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഇവിടെയും വ്യക്തമായിട്ട് കാണാം അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്ന ആ യാത്ര വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് അല്ലെ.
And all I ask in a merry yarn from a laughing fellow rover, അല്ലേ? എല്ലാത്തിനും അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണത്? പിന്നെ ഞാൻ ആവശ്യപ്പെടുന്നത് എന്തെന്നാൽ എ മെറി യാൻ, അല്ലേ? വളരെ തമാശ നിറഞ്ഞ കഥകളാണ്. ഫ്രം എ ലോഫിംഗ് ഫെലോ റോവർ, അല്ലെ? തന്റെ കൂടെ സഹയാത്രികനായിട്ട് ഒരാൾ ഉണ്ടാവണം, വളരെ ഒരു തമാശക്കാരനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ സാഹസിക കഥകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരാളും കൂടെ അദ്ദേഹത്തിന് വേണം. ആൻഡ് എ ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിക്സ് ഓവർ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഈ ബഹളവും എല്ലാം നിറഞ്ഞ വളരെ സാഹസികമായിട്ടുള്ള, വളരെ ക്രൂരമായിട്ടുള്ള, വളരെ ഘോരമായിട്ടുള്ള ഈ കടൽ യാത്രക്ക് ശേഷം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന എന്താണ്? എ ക്വയറ്റ് സ്ലീപ്പാണ്, വളരെ ശാന്തമായിട്ടുള്ള ഒരു ഉറക്കം, അല്ലെ? ഒരു ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് ദ സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിക്സ് ഓവർ, അല്ലെ? ട്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഈ സെയിലേഴ്സിന്റെ സാഹസികമായിട്ടുള്ള യാത്ര, സാഹസികമായിട്ടുള്ള ജോലി, ആ ജോലിക്ക് ശേഷം വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പും നല്ല സുന്ദരമായിട്ടുള്ള സ്വപ്നവും ആണ് അദ്ദേഹം പറയുന്നത്. ഒരു വളരെ വലിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി, അടിപൊളി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണിക്ക് ശേഷം വളരെ ശാന്തമായിട്ടുള്ള ഒരു ഉറക്കം, അതാണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത്, അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഓക്കെ, മേജർ പോയറ്റിക് ഡിവൈസസ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ചസ് യൂസ്ഡ് ഇൻ ദ പോം, അല്ലെ? നമുക്ക് നോക്കാം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചുകൾ ഏതൊക്കെ. അതിൽ തന്നെ നമുക്ക് വിഷ്വൽ ഇമേജുകൾ, അല്ലെ? ഈ ഒരു പോം ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാം നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും. ഒരാളിങ്ങനെ കടലിൽ ഒരു ബോട്ടിൽ പോകുന്നതും അതിങ്ങനെ ആഞ്ഞടിച്ച് വീശുന്നതും തിരമാലകൾ ആഞ്ഞടിക്കുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വിഷ്വൽ ചെയ്താൻ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെ? അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, വിഷ്വൽ ഇമേജസ്, അല്ലെ? ദ ലോങ്ലി സീ ആൻഡ് ദ സ്കൈ, അല്ലെ? ഒറ്റപ്പെട്ട് വിശാലമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആകാശം മാത്രം മുകളിലുള്ള ആ കടൽ, അത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാജിനറി വാസ്റ്റ് എംപ്റ്റി സീ ആൻഡ് സ്കൈ, അല്ലെ? വളരെ വിശാലമായിട്ട് ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കടൽ നമുക്ക് കാണാൻ സാധിക്കും. ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, ദ വൈറ്റ് സെയിൽ ഷേക്കിംഗ് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ ആ കപ്പലിന്റെ അവിടെ ഇങ്ങനെ വെള്ള വൈറ്റ് തുണി ഉണ്ടാവും, അല്ലെ? അതിങ്ങനെ കാറ്റിൽ ഇങ്ങനെ ശക്തിയായിട്ട് ആടി ഉലയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദ സൈറ്റ് ഓഫ് ദ സെയിൽ ഫ്ലറ്ററിംഗ് ദ വിൻഡ്, അല്ലെ? അതിങ്ങനെ ആടി ഉലയുന്നത് കാണാം. ദെൻ എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസസ് ആൻഡ് ദ ഗ്രേ ഡൗൺ ദ ബ്രേക്കിംഗ്, അല്ലെ? നമുക്കവിടെ വ്യക്തമായിട്ട് കാണും മഞ്ഞ് മൂടി കിടക്കുന്ന കടലിന്റെ ഫേസ്, പറഞ്ഞാൽ കടൽ മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പിക്ചർ നമുക്ക് കിട്ടും. അതുപോലെ പൊട്ടി പുറപ്പെടുന്ന പ്രഭാതത്തിലെ ആ പ്രകാശം, അത് പറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ കറക്റ്റ് ആയിട്ടൊരു പിക്ചർ കിട്ടും. ദ മിസ്റ്റ് കവറിംഗ് ദ ഓഷ്യൻ ആൻഡ് ദ ഏർലി മോർണിംഗ് ലൈറ്റ് ബ്രേക്കിംഗ് ത്രൂ, അല്ലെ? ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന കടലിലൂടെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ പൊട്ടി പുറപ്പെട്ട് വരുമ്പോ അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കാണാൻ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ദെൻ ടാക്ടൈൽ ഇമേജസ്, അല്ലെ? നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമേജസ്, സ്കിൻ, അല്ലെ? നമ്മുടെ സെൻസ് ഓർഗൻസിലൊക്കെ ഫീൽ ചെയ്യുന്ന ഇമേജസുകൾ നോക്കാം, അല്ലെ? ദ വീൽസ് കിക്ക്, അല്ലെ? നമ്മളൊരു വീൽസിന്റെ ശബ്ദം, ആ കാറ്റൊക്കെ അടിച്ച് അദ്ദേഹം പോകുന്ന വണ്ടിയുടെ വീൽസിന്റെ ശബ്ദം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ദ ഫിസിക്കൽ സെൻസേഷൻ ഓഫ് ദ ഷിപ്പ് വീൽസ് വൈബ്രേഷൻ, അല്ലെ? ഒരു വീൽസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ദ ഫ്ലൈങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺ സ്മൂം, അല്ലെ? അത് വളരെ കറക്റ്റ് ആണ്, അല്ലെ? അതിന്റെ നുരയും പതയും വന്ന് നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന ആ ഒരു ഇത്, അത് നമുക്ക് കിട്ടും. ദ ഫീലിംഗ് ഓഫ് ദ സീ സ്പ്രേ ആൻഡ് ദ ഫോം ഹിറ്റിംഗ് ദ സ്കിൻ, നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് ഒരു സ്പ്രേ അടിക്കാൻ, നുരയും പതയും വന്ന് ഇങ്ങോട്ട് വന്ന് നമ്മൾ കടലിലൊക്കെ പോയി കാല് വെക്കുമ്പോൾ ഉണ്ടാവാറില്ലേ, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ദ വിൻഡ്സ് ലൈക്ക് എ വെറ്റഡ് നൈഫ്, എങ്ങനെയുള്ള കാറ്റാണ്? മൂർച്ചയേറിയ കത്തി പോലെയുള്ള കാറ്റാണ്, അല്ലെ? ദ ഷാർപ്പ് കട്ടിംഗ് സെൻസേഷൻ ഓഫ് ദ വിങ്, അല്ലെ? എന്താണ്? വളരെ ഷാർപ്പായിട്ടുള്ള കട്ട് ചെയ്യാൻ അത്രയും മൂർച്ചയേറിയുള്ള കാറ്റാണ് കേട്ടോ. ദെൻ ഓഡിറ്ററി ഇമേജസ്, കേൾക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? വിൻ സോങ്, കാറ്റിന്റെ പാട്ട്. എങ്ങനെ കാറ്റിന്റെ പാട്ട് കേൾക്കാൻ സാധിക്കുക? അതെങ്ങനെയാണ് മക്കളെ? ഒന്ന് പറഞ്ഞേ. കാറ്റ് ആഞ്ഞടിക്കുമ്പോണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടല്ലേ, ആ ശബ്ദം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേൾക്കാൻ സാധിക്കും, അല്ലെ? അതാണ് ഫസ്റ്റ് ഒരു ഓഡിറ്ററി ഇമേജ് വരുന്നത്. ദെൻ സെക്കൻഡ് സീ ഗേൾസ് ക്രൈയിങ് ആണ്, അല്ലെ? കടൽക്കാക്കകൾ കരയുന്ന ശബ്ദം നമുക്ക് കാണാൻ സാധിക്കും. എ മെറി യാൺ ഓഫ് ദ ലോഫിംഗ് ഫെലോ ഡോവർ, അല്ലെ? തൊട്ട് മുമ്പിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ തമാശകളെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്ന തമാശകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും, അല്ലെ? ദ സൗണ്ട് ഓഫ് എ ടെല്ലിംഗ് ചിയർഫുൾ സ്റ്റോറി ആൻഡ് ലോഫർ ഫ്രം ദ കമ്പൈൻ, അല്ലെ? പൊട്ടിച്ചിരിക്കുന്നതും ആ തമാശകൾ പറയുന്ന കഥകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. അപ്പൊ ഓഡിറ്ററി ഇമേജസുകളും ഉണ്ട്. ദെൻ മെറ്റാഫർ, അല്ലെ? മെറ്റാഫർ ഇല്ലാതെ ഉണ്ടോ, അല്ലെ? കമ്പയർ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ളത്, അല്ലെ? നോക്കാം. ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്, അല്ലെ? അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു നാടോടിയുടെ ജീവിതം അദ്ദേഹം എന്തുമായിട്ട് കമ്പയർ ചെയ്തു? ദ സ്പീക്കർ
passions and the free spirit for adventures in the lonely seas അല്ലെ compared to the vagrant gypsy life അല്ലെ അദ്ദേഹത്തിന് ആ കടലിലുള്ള ഫ്രീ ആയിട്ട് സംഭവമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന അദ്ദേഹത്തിന്റെ ആ ലൈഫ് അദ്ദേഹം വാഗ്രന്റ് ജിപ്സി ലൈഫായിട്ട് കമ്പയർ ചെയ്തു കേട്ടോ. then ഇവിടെ എന്തുണ്ട് ഒരു സിമിലി കാണുന്നുണ്ട്. ഏതാണ് where the winds like a wetter knife അല്ലെ ലൈക്ക് വരുമ്പോൾ അത് സിമിലി ആണ് അല്ലെ. എങ്ങനെയാണ് കാറ്റിനെ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് വെറ്റഡ് നൈഫായിട്ട് അല്ലെ മൂർച്ചയേറിയ ഒരു കത്തിയുമായിട്ടാണ് ഇവിടെ കാറ്റിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതെന്താണ് മക്കളെ അത് സിമിലിയാണ് കേട്ടോ. The wind is compared to sharpened knife to show it the sharpness and intensity അല്ലെ ആ കാറ്റിന്റെ ആയം മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരൊറ്റ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാറ്റിന്റെ ശക്തി നമുക്ക് ആ ഒരു വെറ്റഡ് നൈഫിലൂടെ മൂർച്ചേറിയ കത്തി എന്ന് പറയുമ്പോൾ ആ കാറ്റിന്റെ ശക്തിയും അതിന്റെ പവറൊക്കെ നമുക്ക് ആ ലൈനിലൂടെ മനസ്സിലാക്കാം അല്ലെ. അപ്പൊ മെറ്റാഫറും ഉണ്ട് അതേപോലെ സിമിലിയും ഉണ്ട്. പേഴ്സണിഫിക്കേഷൻ അല്ലെ എന്താണ് പേഴ്സണിഫിക്കേഷൻ അറിയാം. മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു വസ്തുക്കൾക്കോ മൃഗങ്ങൾക്കോ മറ്റു വസ്തുക്കൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് പോലെ അവർക്ക് അതിന്റെ ക്വാളിറ്റീസ് കൊടുക്കാം. മനുഷ്യന്റെ ക്വാളിറ്റീസ് നോക്കാം. ദ വിൻഡ് സോങ് കാറ്റിന്റെ പാട്ട്. കാറ്റ് പാട്ട് പാടാറുണ്ട് മക്കളെ. മനുഷ്യരല്ലേ പാട്ട് പാടുക. അപ്പൊ മനുഷ്യരുടെ ക്വാളിറ്റിയാണ് പാട്ട് പാടുക എന്നുള്ളത്. അതിവിടെ ആർക്ക് കൊടുത്തു? കാറ്റിന് കൊടുത്തു. വിൻഡ് ഈസ് ഗിവൻ ഹ്യൂമൻ ക്വാളിറ്റീസ് ലൈക്ക് ഡിസ്ക്രൈബിങ് ആസ് എ സിംഗിങ് അല്ലെ. ഇതാണ് വിൻഡ് സോങ് അല്ലെ കാറ്റിന്റെ പാട്ട് അല്ലെ. അതൊരു പേഴ്സണിഫിക്കേഷൻ ആണ്. ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈ അല്ലെ നല്ല അടിച്ചോടി വരുന്ന തിരമാലകളുടെ വിളിക്ക. തിരമാല എന്നിവരെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യർക്കേ വിളിക്കാൻ കഴിയുള്ളൂ അല്ലെ. അപ്പൊ മനുഷ്യരുടെ വിളിക്കുക റണ്ണിങ് എന്ന് വിളിക്കുക എന്ന് പറയുന്ന ആ ഒരു കോളിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ആ ഒരു ക്വാളിറ്റി ഹ്യൂമൻ ക്വാളിറ്റി ഇവിടെ ടൈഡിന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ നോക്കാം. നെക്സ്റ്റ് റിഫ്രെയിൻ ആണ് ഞാൻ പറഞ്ഞത്. ഇതിലെ മൂന്ന് സൈഡും തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്ത ഒരു ലൈൻ വരുന്നുണ്ട്. അതാണ് റിപ്പീറ്റേഷൻ ഓഫ് എ ലൈൻ, പാർട്ട് ഓഫ് എ ലൈൻ ഓർ എ വേർഡ് ഓർ ഫ്രേസ് ഓഫ് എ റെഗുലർ ഇന്റർവെൽ അല്ലെ. ഒരു വൃത്തിയായിട്ടുള്ള കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലില് ഗ്യാപ്പ് ഇട്ട് ഫസ്റ്റ് ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രെയിൻ. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീ അഗെയിൻ അല്ലെ. 3 തവണ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും ദിസ് പാർട്ട് ഓഫ് ദ ഓപ്പണിംഗ് ലൈൻ റിപ്പീറ്റഡ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് സ്നാസ്. ഓരോ സ്നാസയുടെയും ഓപ്പണിംഗ് ലൈനിലാണ് ഈ സെന്റൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ റിഫ്രെയിൻ എന്നാണ് പറയുന്നത്. ക്ലിയർ? അടുത്തത് അനഫോറ. റിപ്പീറ്റേഷൻ ഓഫ് ദ വേർഡ് ഓർ ഫ്രേസസ് ഓഫ് ദ ബിഗിനിങ് ഓഫ് എ സക്സസീവ് ലൈൻസ് അല്ലെ. സക്സസീവ് ലൈൻസ് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂ ആയിട്ട് തുടരെ ഒന്ന് മുകളിലാണെങ്കിൽ ഒന്ന് താഴെ, ഒന്ന് ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ ഒന്ന് ഫിഫ്ത്ത് ലൈൻ, അങ്ങനെയല്ല. തുടരെ വരുന്ന ലൈനില് ഏതെങ്കിലും ഒരു വേർഡോ ഫ്രേസോ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അതിന് അനഫോറ എന്ന് പറയുന്നത്. നോക്കാം. ഇവിടെ ആൻഡ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് സക്സസീവ്ലി അറ്റ് ദ ബിഗിനിങ് ഓഫ് മെനി ടൈം അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യാ പോമിൽ നോക്കിയാൽ കാണാം. ആൻഡ് പല ലൈൻസിലും അടുപ്പിച്ച് വരുന്ന ലൈൻസിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. Then alliteration. Lots of example of alliteration can be seen throughout the poem. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് എക്സാമ്പിൾ അലിട്രേഷന് കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓരോ ലൈനിലും പോയി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അധികം 2 or 3 റിപ്പീറ്റ് ചെയ്തിട്ട് കൺസോണന്റ് സൗണ്ട് വേർഡിന്റെ തുടക്കത്തിൽ വരുന്നുണ്ട്. ടു ദ ഗേൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ വേർ the winds like weather need അല്ലെ. കണ്ടോ? WW ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അലിട്രേഷൻ ഉണ്ട് ആ പോമില് നോക്കാം കേട്ടോ. ദെൻ അസോണൻസ്, റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് അല്ലെ. വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരിക. സെയിൽസ് ഷേക്കിംഗ് അല്ലെ. സെയിൽസ് ഷേക്കിംഗ് ആൻഡ് സൗണ്ട് റിപ്പീറ്റഡ്. ഗേൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ അല്ലെ. ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. AI സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ക്വൈറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം അല്ലെ. സ്വീറ്റ് ഡ്രീം ഇവിടെ ഈ സൗണ്ട് അല്ലെ. ഈ സൗണ്ട് ഡ്രീം, സ്വീറ്റ് അല്ലെ, സ്ലീപ്പ് എന്നൊക്കെ പറയുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. ദെൻ അതിനൊരു റൈമിംഗ് സ്കീം ഉണ്ട്. നമ്മുടെ റൈമിംഗ് സ്കീം ഏതാണ്? AABB എന്ന് പറയുന്ന റൈമിംഗ് സ്കീമാണ് കേട്ടോ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ദെൻ റൈമിംഗ് വേർഡ്സ് വ്യക്തമാണ്. സ്കൈ, ബൈ, ഷേക്കിംഗ്, ബ്രേക്കിംഗ്, ടൈഡ് ആൻഡ് ഡിനൈഡ്, ഫ്ലൈയിങ്, ക്രൈയിങ്, ലൈഫ്, നൈഫ്, റോവർ, ഓവർ അല്ലെ. ഫോമിൽ വ്യക്തമായിട്ട് വേഗം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും കേട്ടോ റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് സ്കീം AABB ആണ് കേട്ടോ. മറക്കരുത്. ഇതൊക്കെ അപ്രീസിയേഷൻ ഓഫ് ദ പോയിംസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. റൈമിംഗ് വേർഡ്സും റൈമിംഗ് സ്കീമും ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആണല്ലോ അല്ലെ. സോ ഇതാണ് നമ്മുടെ
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോം അല്ലെ. സീ ഫീവർ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പോം അല്ലെ. മനുഷ്യരുടെ ആഗ്രഹങ്ങളുടെയും എക്സ്പ്ലോർ ചെയ്യാനുള്ള മനുഷ്യരുടെ ആഗ്രഹങ്ങളും അത് കണ്ടെത്താനും അത് നേടിയെടുക്കാനുമുള്ള മനുഷ്യരുടെ ആ ത്വരയൊക്കെ വളരെ വ്യക്തമായിട്ട് ചാപ്റ്ററിൽ കാണുന്നുണ്ട്. വളരെ സാഹസികമായിട്ടുള്ള യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു ഓഥറിന്റെ ഒരു സാഹസികമായിട്ടുള്ള ഒരു യാത്രയും നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ പോമിൽ കാണാൻ സാധിച്ചു അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.